നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം. ഉത്തരായന കാലഘട്ടം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലഘട്ടമാകട്ടെ പിതൃക്കൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ശക്തിക്ഷയം നിമിത്തം ചന്ദ്രൻ്റെ മനോബലം കുറയുമെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ സങ്കല്പം. അപ്പോൾ കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴ ആയതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയും. അപ്പോൾ അങ്ങനെ സൂര്യകിരണങ്ങളുടെ ശക്തി കുറയുന്നത് നിമിത്തം പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ അല്ലെങ്കിൽ തന്നെ ആഘോഷങ്ങളോ മംഗളകരമായ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താറും ഇല്ല. കാരണം രോഗാണുക്കളൊക്കെ പെരുകി അസുഖങ്ങളും അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങളൊന്നും നടത്തുന്നതിനുള്ള ശുഭകരമായ മുഹൂർത്തങ്ങളും ഒന്നും ലഭിക്കാത്തതിനാൽ തന്നെ കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ പൂർവികരായ ആളുകൾ അല്ലെങ്കിൽ പഴമക്കാർ ഒക്കെ പറയാറുണ്ട്, കർക്കിടക മാസമായ ഒരു പഞ്ഞ കർക്കിടകമാണ്, കർക്കിടകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഔഷധക്കഞ്ഞിയൊക്കെ കഴിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമ്മൾ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ് കർക്കിടക സമയത്ത്. അപ്പോൾ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അപ്പോൾ തന്നെ ഊഹിക്കാം കർക്കിടക മാസത്തിലുള്ള ദുർഘടങ്ങൾ എത്രത്തോളം പഴമക്കാരായാലും അത് എത്രത്തോളം പ്രാധാന്യത്തെ നൽകി നമ്മളുടെ ആരോഗ്യത്തെയൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്ന് നമ്മൾക്കൊരു നമുക്ക് അത് മനസ്സിലാക്കി തരികയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത്. അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും അതിന് അനുഷ്ഠിക്കേണ്ട ചര്യകളുമൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. പൊതുവെ ദഹന പ്രക്രിയ കുറവുള്ള ഈ മാസം, അതായത് കർക്കിടക മാസത്തിൽ ലളിത ജീവിതചര്യയായിരുന്നു പണ്ടുള്ളവരുടെ മുതൽക്കൂട്ടുകൾ. അതുകൊണ്ട് തന്നെ അവർ ഇന്നത്തെ തലമുറയ്ക്കും അത് പകർന്നു തരുന്നുമുണ്ട്. പ്രഭാതത്തിൽ എണ്ണ തേച്ച് കുളി, അതുപോലെ ഔഷധക്കഞ്ഞി, പത്തിലത്തോരൻ എന്നിവ ഈ മാസത്തിൽ പതിവായിരുന്നു. ഇപ്പോൾ അത് ഔഷധക്കഞ്ഞി മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ കിട്ടും. കഞ്ഞിയായിട്ടല്ല, അതിൻ്റെ വിത്തുകളും കാര്യങ്ങളും എല്ലാം ഔഷധക്കഞ്ഞി ഉണ്ടാക്കേണ്ട കൂട്ട് നമ്മൾക്കത് കിട്ടുന്നതാണ്. നമ്മളത് ഭവനത്തിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കുന്നത് വളരെയേറെ കർക്കിടക മാസത്തിൽ ശരീരത്തിന് ആയുസ്, ആരോഗ്യ, പുഷ്ടിയൊക്കെ നൽകാൻ സഹായിക്കും. പക്ഷേ അതിനൊരു കയ്പുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ അധികം അത് കുടിക്കാൻ താല്പര്യപ്പെടാറുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് ജീവിതചര്യയിലും മാറ്റം വരുന്നു. എങ്കിലും കർക്കിടക മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാക്കി തന്നെയാണ് അന്നും ഇന്നും കരുതി പോരുന്നതും. കാരണം നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഇങ്ങനെയുള്ള ചില ഔഷധകഞ്ഞി അല്ലെങ്കിൽ അങ്ങനെ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നത് ആ ഒരു വർഷം നമ്മൾക്ക് ഊർജ്ജസ്വലമായി, കാരണം പുറത്തേക്കുന്നുള്ള കീടാണുക്കൾ മുഖേന ഉണ്ടാകുന്ന ഇപ്പോൾ കൊറോണ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗാണുക്കൾ മുഖേനയുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ ഇരിക്കാനും ഈ കർക്കിടകത്തിലെ മരുന്ന് സേവ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിവയൊക്കെ സേവിക്കുന്നത് കൊണ്ട് ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ അല്ലെങ്കിൽ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമുണ്ട്. കാരണം കർക്കിടക മാസം ഒരു പഞ്ഞമാസമാണ് എങ്കിൽ പോലും അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു നമ്മളുടെ ഭവനത്തിന് നൽകുന്ന ഒരു പുതുമ അല്ലെങ്കിൽ ഒരു ഐശ്വര്യം വരുന്നതിനുള്ള ഒരു വഴി തെളിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. ശരീരത്തിനും നൽകുന്ന ഇങ്ങനെയുള്ള മരുന്നുകൾ, കൂട്ടുകളൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ ഭവനത്തിലും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ തൂത്ത് തളിച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ ഒക്കെ തളിച്ച് ശുദ്ധി വരുത്തേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ചേട്ടാ ഭഗവതി, അതായത് മൂദേവിയെ പുറത്താക്കൂ എന്നൊരു ഉദ്ദേശമാണ് ഈ ചടങ്ങ് നടത്തുന്നതിന് പിന്നിലുള്ളത്. കാരണം മൂദേവിയെ പുറത്താക്കി, അതില്ലെങ്കിൽ ആ ഭവനത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ദുഷിപ്പുകളെ എല്ലാം പുറത്താക്കി ഭാഗ്യത്തെ വരവേൽക്കുകയാണ് ഈ കാര്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കർക്കിടകം 1-ാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക. അതാണ് ആ ഒരു വരുന്ന അടുത്ത വർഷത്തിലേക്ക് നമ്മളാൽ നൽകാൻ കഴിയുന്ന ആ വർഷത്തിലെ ഐശ്വര്യത്തെ നമ്മൾക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുക എന്ന സങ്കല്പത്തിലാണ്. കാരണം ശ്രീ ഭഗവതിയെ കുടിയിരുത്തുമ്പോൾ മൂദേവിയെ പുറത്താക്കി ഭഗവതിയെ കുടിയിരുത്തുക എന്ന ഒരു സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നത്.
തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്താവുന്നതാണ്. അത് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിക്കണം. അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഗുണകരമായ ഒരു വർഷത്തെ വരവേൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുവെ കർക്കിടക മാസം പഞ്ഞമാസമാണെന്ന് പറയുമെങ്കിൽ പോലും നമ്മളാൽ ആ മാസത്തെ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഐശ്വര്യപൂർണ്ണമാക്കാൻ കഴിയുന്ന വഴികളൊക്കെയും തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഉടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ മുന്നിലായി ശ്രീരാമ ഭട്ടാഭിഷേകം ചിത്രം വയ്ക്കേണ്ടതും ഉത്തമമാണ്. കാരണം എല്ലാ ഭവനങ്ങളിലും ഉള്ളവരാകട്ടെ അങ്ങനെ ചെയ്യണം. അല്ലാത്തവർ നിലവിളക്ക് രാവിലെയും പ്രദോഷവേളയിലും പ്രഭാതവേളയിലും കൊളുത്തേണ്ടത് അത്യാവശ്യമാണ്. ദേശപുഷ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നതും ഐശ്വര്യദായകമായ കാര്യമാണ്. കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാര മാത്രം പതിവാക്കുകയാണ് ആ ഒരു വർഷം നല്ലത്. അപ്പോൾ മാംസാഹാരം ഒഴിവാക്കുന്നതും ഉത്തമം തന്നെയാണ്. അത് ഒഴിവാക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. അല്ലാതെ ചെയ്യുന്നതും അത് ഓരോ ആളുകളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. അതുപോലെ കർപ്പൂരം, അഷ്ടഗന്ധം, കുന്തിരിക്കം, ദശാംഗം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഭവനത്തിൽ പുകയ്ക്കുന്നതും വളരെ ഗുണകരമാണ്. കാരണം ഭവനത്തിലുള്ള ആ ഒരു മൂദേവിയെ പുറത്താക്കുകയും ഭവനത്തിൽ ശ്രീദേവി ഐശ്വര്യത്തിനെ കടന്നു വരാനായിട്ട് നമ്മൾ ഒരുക്കുകയുമാണ് അതിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുമെന്നൊരു വിശ്വാസമാണ് ഇതിന് പിന്നിൽ ഉള്ളത്. അപ്പോൾ ആദിവ്യാധികൾ നീങ്ങി ഐശ്വര്യം ഉണ്ടാകുവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ കാലം മാറി വരുന്നതനുസരിച്ച് ആചാരങ്ങളൊക്കെ ഒരു മറവിയിലേക്കും അല്ലെങ്കിൽ ആ ഒരു പുറകോട്ട് പോയി ഇന്ന് അഡ്വാൻസ് ടെക്നോളജിയും കാര്യങ്ങളിലേക്കും ഒക്കെ മാറുന്നു. എങ്കിൽ പോലും ആചാരങ്ങൾക്ക് നൽകേണ്ടതായ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ആയുർവേദ ചികിത്സകൾ, സൗന്ദര്യവർദ്ധന കാര്യങ്ങൾക്കുള്ള ചികിത്സകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് കർക്കിടകം എന്ന ഒരു വിശേഷം കൂടി ഈ കർക്കിടക മാസത്തിനുണ്ട്. സാധ്യമായ ദിനങ്ങളിലൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നത് വരാൻ പോകുന്ന ഒരു വർഷത്തെ നമുക്ക് ഗുണങ്ങൾ നൽകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഏവർക്കും അറിയാം, ഈ കർക്കിടക മാസത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രം പ്രാധാന്യമല്ല, മരിച്ച പിതൃക്കൾക്ക് പോലും പ്രാധാന്യം കിട്ടുകയും മോക്ഷം കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശാന്തിയും ശക്തിയും ഐശ്വര്യവും ഒക്കെ പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം. അവതാര പുരുഷന് പോലും ഒരുപാട് വേദനകളിലും ത്യാഗങ്ങളിലൂടെ പോലും ശ്രീരാമചന്ദ്രന് വരെ കടന്നു പോകേണ്ടതായി വന്നപ്പോൾ സാധാരണ കേവലം ഒരു മനുഷ്യർക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് ഒരു പ്രസക്തിയുമില്ല. കാരണം ദൈവത്തിന് പോലും പല ദുർഘടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ കേവലമായ പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്നല്ല, എങ്കിൽ പോലും ഭഗവാന് പോലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ ബലം കൊടുക്കേണ്ടതും ശക്തി കൊടുക്കേണ്ടതും ഈ ഒരു മാസത്തിൽ വളരെ അത്യാവശ്യമായ കാര്യം കൂടിയാണ്. മനസ്സിനും ശരീരത്തിനും ശക്തി പകരുന്നതിന് രാമനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിളക്ക് കത്തിച്ചു വെച്ച് ഭവനത്തിൽ എല്ലാവരും ചേർന്ന് രാമനാമം ജപിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. കർക്കിടകത്തിലെ പുണ്യദിനം കർക്കിടക വാവ് വരുമ്പോൾ പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്യുന്നതും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ നൽകുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കർക്കിടക മാസം പഞ്ഞമാസം എന്ന് എഴുതി തള്ളാൻ വരട്ടെ, അറിഞ്ഞിരിക്കേണ്ടതായ ആ ചര്യകളിലൂടെ പോകുമ്പോൾ ആ പഞ്ഞമാസത്തിനെ നമ്മൾക്ക് ഐശ്വര്യപ്രദമാക്കി മാറ്റുവാൻ പറ്റും. കാരണം അടുത്ത ഒരു വർഷം വരെ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾക്ക് ഒരു മുന്നോടിയായി നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു മാസത്തിനെ വളരെയേറെ ഭവ്യതയോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി മുന്നോട്ട് കണ്ടുപോവുകയാണെങ്കിൽ അടുത്ത ഒരു വർഷം വരാൻ പോകുന്ന അടുത്ത കർക്കിടകം വരെയുള്ള വർഷം നമ്മൾക്ക് ഐശ്വര്യത്തിൻ്റെതായ സമയമായിരിക്കും. നന്ദി.